സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായി ആഘോഷിക്കുന്നു. പ്രശസ്ത പണ്ഡിതനും ഭാരതരത്ന ജേതാവും ഇന്ത്യയുടെ പ്രഥമ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഇന്നത്തെ കുട്ടികളെ ഉത്തമ പൗരന്മാരായി രൂപപ്പെടുത്താൻ അധ്യാപകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അധ്യാപകർ പഠിപ്പിച്ച രീതിയും പകർന്നു നൽകിയ അറിവും സ്നേഹവും കരുതലുമാണ് ഈ ലോകത്തിലെ ഓരോ കുട്ടികളെയും മികച്ച പൗരന്മാരാക്കി തീർക്കാൻ സഹായിക്കുന്നത്. അധ്യാപകർ ഒരു രാജ്യത്തെ ഏറ്റവും മികച്ച സമ്പത്തും മാർഗദർശിയുമാണ്. അതുകൊണ്ട് തന്നെ അധ്യാപക ജോലി ഉത്കൃഷ്ടവും നന്മ നിറഞ്ഞതുമാണ്. ഞാൻ സജിത, PR വില്യം ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപിക. വേദിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട HM, സീനിയർ അസിസ്റ്റന്റ്, സ്റ്റാഫ് സെക്രട്ടറി, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് നാം ആചരിക്കാറുണ്ട്. ഈ വർഷവും സെപ്റ്റംബർ 5 നാം അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. തികച്ചും വ്യത്യസ്തമായി, മുൻ വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ വർഷത്തെ അധ്യാപക ദിനം നാം ആചരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. COVID-19 കൊറോണ വൈറസ് എന്ന മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്ന് നമ്മുടെ സ്കൂളുകൾ എല്ലാം അടഞ്ഞു കിടക്കുന്ന അവസരത്തിൽ അധ്യാപക ദിന പരിപാടി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഓൺലൈനായിട്ട് നടത്തുവാൻ നിശ്ചയിച്ചതനുസരിച്ച് അതിൻ്റെ ഭാഗമാകുവാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താണ് ഈ അവസരത്തിൽ അധ്യാപക ദിനത്തിൻ്റെ പ്രസക്തി അന്നും ഇന്നും എങ്ങനെയാണെന്ന് ഒരല്പസമയം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും അധ്യാപകനും വിദ്യാഭ്യാസ ചിന്തകനുമായ ഡോക്ടർ S. രാധാകൃഷ്ണൻ അവറുകളുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായിട്ട് നാം ആചരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിദ്യാഭ്യാസം. ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അജ്ഞതയിലാണ് അവൻ ജനിച്ചു വീഴുന്നത്. എന്നാൽ വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ ജ്ഞാനിയായി മാറുന്നു എന്ന് നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യന് അവൻ്റെ സംസ്കാരം, ഭാഷാ നൈപുണ്യം, പെരുമാറ്റച്ചട്ടം എന്നിവ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗുരു എന്ന വാക്കിനർത്ഥം വഴികാട്ടി, ഉപദേശകൻ എന്നൊക്കെയാണ്. ഗുരു എന്ന പദം ഒരു സംസ്കൃത പദമാണ്. ഗുരു എന്ന വാക്ക് നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു വാക്കാണ്, 2 അക്ഷരങ്ങൾ മാത്രമുള്ള ചെറിയൊരു വാക്ക്. എന്നാൽ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ഗുരു എന്ന വാക്കിന്റെ വ്യാപ്തി വളരെ വലുതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ ഗു എന്ന ആ അക്ഷരത്തിനർത്ഥം അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ട് എന്നാണ്. രു എന്ന അക്ഷരത്തിനർത്ഥം പ്രകാശം എന്നാണ്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി തെളിച്ചു വിടുന്ന വ്യക്തിയാണ് ഗുരു. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് വഴികാട്ടി വിടുന്ന വ്യക്തിയാണ് ഗുരു. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് വഴികാട്ടി വിടുന്ന വ്യക്തിയാണ് ഗുരു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ഗുരുക്കന്മാർ ജ്ഞാനത്തിന്റെ വറ്റാത്ത കലവറകളായിട്ട് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് അന്നത്തെ വിദ്യാഭ്യാസ രീതി എന്ന് നമുക്ക് നോക്കാം. ഭാരതത്തിലെ ഏകദേശം BC 2000 അടുപ്പിച്ചാണ് ഗുരുകുല വിദ്യാഭ്യാസം നിലവിൽ വന്നത്. എന്താണ് ഗുരുകുല വിദ്യാഭ്യാസം? നാം എല്ലാം, പ്രിയ വിദ്യാർത്ഥികളെല്ലാം കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം ഉള്ളതാണ്. ഗുരുവിൻ്റെ കുലത്തിൽ അല്ലെങ്കിൽ ഭവനത്തിൽ കൂടെ വസിച്ച് ഗുരുവിൻ്റെ ജോലി കാര്യങ്ങളിൽ ഗുരുവിനെ സഹായിച്ച് ഗുരുവിൻ്റെ ഗുണവിശേഷങ്ങളായ താഴ്മ, സ്നേഹം, ഈശ്വരഭക്തി, സഹാനുഭൂതി തുടങ്ങിയ ഗുണങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഗുണങ്ങളെ മാതൃകയാക്കി വിദ്യ അഭ്യസിപ്പിക്കുന്ന രീതിയാണ് ഗുരുകുല വിദ്യാഭ്യാസ രീതി. ഈ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ ഗുരു ശിഷ്യ ബന്ധം സുദൃഢമായിരുന്നു, അല്ലെങ്കിൽ വേർപിരിക്കാൻ കഴിയാത്ത വിധം ശക്തമായിരുന്നു
ഗുരു ശിഷ്യ ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗുരുവിന് വേണ്ടി സ്വന്തം പ്രാണൻ പോലും വിലയായി കൊടുക്കുവാൻ തയ്യാറുള്ള വ്യക്തിയായിരുന്നു ശിഷ്യൻ. അതിനൊരു ഉത്തമ ഉദാഹരണം നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും. ഏകലവ്യന്റെ കഥ. ഗുരുവിന് ദക്ഷിണയായിട്ട് നൽകിയത് ഏകലവ്യന്റെ പെരുവിരൽ അല്ലെങ്കിൽ തള്ളവിരൽ ആയിരുന്നു. അത് വലിയൊരു ഗുരുകുല വിദ്യാഭ്യാസത്തിന് ഉത്തമമായ ഉദാത്തമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് വരച്ചു കാണിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രീതി ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒരു പടി വളരെ മുന്നിലാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്ന് ഗുരു ശിഷ്യ ബന്ധമാണെങ്കിൽ ഇന്നത് ഗുരു സുഹൃത്ത് ബന്ധമായിട്ട് മാറിയതായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഗുരു ശിഷ്യ ഗുരു സുഹൃത്ത് ബന്ധമായിട്ട് മാറിയിരിക്കുന്നു. എന്നിരുന്നാലും അന്നത്തെക്കാൾ ഉപരി ഇന്നത്തെ തലമുറ ഗുരുവിനെ സ്നേഹിക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ഗുരുവിനെ അനുസരിക്കുന്നതിലും എത്രത്തോളം ആണ് അവർ മുന്നിട്ട് നിൽക്കുന്നതെന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു ഗുരുവും തൻ്റെ മുന്നിലെത്തുന്ന പ്രിയ ശിഷ്യന്മാരെ ജാതി മത വർഗ വിവേചനമില്ലാതെ, സമ്പന്നനെന്നോ ദരിദ്രനോ എന്നുള്ള വേർതിരിവില്ലാതെ, പണ്ഡിതനെന്നോ പാമരനെന്നോ എന്നുള്ള വകഭേദമില്ലാതെ എല്ലാ ശിഷ്യന്മാരെയും ഒന്നുപോലെ കാണുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും ഗുരു എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തൻ്റെ ശിഷ്യന്മാർ എത്ര ജ്ഞാനത്തിൻ്റെ കൊടുമുടികൾ ചവിട്ടി എത്ര ഉയരത്തിലെത്തിയാലും അതിൽ അഭിമാനം കൊള്ളുകയും ഊറ്റം കൊള്ളുകയും ആവേശം കൊള്ളുകയും ചെയ്യുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും പ്രിയ ഗുരുനാഥന്മാരെന്ന് ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ ഇന്നത്തെ തലമുറയെ നാം നോക്കുമ്പോൾ വഴികാട്ടിയായ അധ്യാപകരെ, വിജ്ഞാനത്തിന്റെ അറിവുകൾ പകർന്നു നൽകുന്ന അധ്യാപകരെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം ഈ അവസരത്തിൽ സ്വയം വിലയിരുത്തേണ്ട ഒന്നാണ്. നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ജോലികളുണ്ട്, വലുതും ചെറുതുമായ ധാരാളം ജോലികളുണ്ട്. എന്നാൽ സമൂഹം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുകയും ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് അധ്യാപനം എന്നുള്ള സേവനം. സമൂഹം കൂടുതൽ വിലമതിക്കുന്ന ഒന്നാണ് അധ്യാപനം. നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ മാതൃകയായ ഒരു അധ്യാപകന്റെ ഓർമ്മകൾ ആ അധ്യാപകൻ ഈ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയാലും ശിഷ്യന്മാരുടെ ഉള്ളിൽ അത് പ്രതിഫലിക്കും. ആ ഗുരുവിൽ നിന്ന് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ ഓർത്ത് അവർ മൺമറഞ്ഞു പോയ ഗുരുവിനെ ഓർത്ത് നന്ദി പ്രകടിപ്പിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെ നാം നോക്കുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അതൊക്കെ ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വേദങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പറയുന്ന ഒരു സൂക്തമുണ്ട്, മാതാപിതാ ഗുരു ദൈവം. എന്താണ് അതിന്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത് മാതാപിതാ ഗുരു ദൈവം? പ്രിയ വിദ്യാർത്ഥികൾ, എന്താണ് മാതാപിതാ ഗുരു ദൈവം എന്ന സൂക്തത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഞാൻ പറയാം. മാതാപിതാ ഗുരു ദൈവം. മാതാവിനെ സ്നേഹിക്കുന്ന അനുസരിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ തൻ്റെ പിതാവിനെ അനുസരിക്കുവാൻ, സ്നേഹിക്കുവാൻ, ബഹുമാനിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ മാതാവിനെയും ഈ പിതാവിനെയും ബഹുമാനിക്കുന്ന, കരുതുന്ന, സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ ഗുരുവിനെ അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇനി ഞാൻ ചുരുക്കി പറയട്ടെ എൻ്റെ സാരാംശം. മാതാപിതാ ഗുരു ദൈവം. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും കരുതുന്ന, അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ സൃഷ്ടിതാവായ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് അനുസരണത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. അത് എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും നമുക്കത് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്, നാം ഈ അധ്യാപക ദിനത്തിൽ നാം എപ്പോഴും ഉരുവിടേണ്ട സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഗുരുക്കന്മാരെ, നമ്മുടെ അധ്യാപകരെ നാം മാതാവിനും പിതാവിനും തുല്യമായിട്ട് നാം സ്നേഹിക്കും, അവരെ നാം ബഹുമാനിക്കും, അവരെ നാം ആദരിക്കും എന്നുള്ളതായിരിക്കട്ടെ ഇന്നത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സന്ദേശം എന്നുള്ളത്.
മറ്റൊരു തലത്തിൽ പറയുകയാണെങ്കിൽ ഗുരു നിന്ന ശാപം. ഗുരുവിനെ നിന്ദിക്കുന്നത്, ഗുരുവിനെ അപമാനിക്കുന്നത് ശാപത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ ജീവന് തുല്യം നാം സ്നേഹിക്കണം, ഗുരുവിനെ ജീവന് തുല്യം നാം കരുതണം, അനുസരിക്കണം. ഗുരു നിന്ന നമ്മുടെ ജീവിതത്തിൽ ശാപമായി മാറുന്നു. ഗുരുവിനെ അനുസരിക്കുന്നത് അനുഗ്രഹമായി മാറുമ്പോൾ ഗുരു നിന്ന ശാപമായി മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പടവുകൾ നാം ചവിട്ടിക്കയറുമ്പോൾ അവിടെ നാം വിജയികളായി തീരണമെങ്കിൽ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ഇന്ന് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ ഭാരതത്തിലെ ശില്പികളെ, ഭാരതത്തിലുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെ എല്ലാം നാം നോക്കിയാൽ അവരെല്ലാം ഗുരുക്കന്മാരെ അനുസരിക്കുന്നവരായിരുന്നു. ഭവനത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവന്റെ കുടുംബമാണ്, അവന്റെ ഭവനമാണ്. അവിടെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുന്ന ഒരു വ്യക്തി സമൂഹമാകുന്ന ഒരു വിദ്യാഭ്യാസത്തിൽ പാഠശാലയിൽ എത്തപ്പെടുമ്പോൾ അവൻ ഗുരുവിനെ അനുസരിക്കുന്നു. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും അനുസരിക്കുന്ന ഒരു വ്യക്തി ഈശ്വര ഭക്തനായിട്ട്, ഈശ്വര ചിന്തയുള്ളവനായിട്ട് വളരുന്നു. അവൻ സമൂഹത്തിൽ വിജയിയായി മാറുന്നു, ഉയർന്ന തലത്തിലായിത്തീരുന്നു. കെ.ആർ. നാരായണൻ, ശ്രീ നാരായണ ഗുരു, ഡോക്ടർ APJ അബ്ദുൽ കലാം, ഇതെല്ലാം നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിന് ഉടമകളാണ്. ഇവരെല്ലാം മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ചിന്തയിൽ അടിസ്ഥാനമായി വിശ്വസിച്ചിരുന്നവരും അത് അനുസരിച്ചിരുന്ന വ്യക്തികളുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഭാരതത്തിലെ മുൻ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. ആ വ്യക്തിയുടെ അഗ്നിച്ചിറവുകൾ എന്ന പുസ്തകം വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വായിക്കുമ്പോൾ തൻ്റെ ഗുരുനാഥന്മാരെ കുറിച്ച്, ഗുരുവിനെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും അവിടെ വളരെ പ്രസക്തമായതാണ്. അതിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കുട്ടികളോട് പറയുന്ന ഒരു ഉപദേശമാണ്, നിങ്ങൾ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. ആ നല്ല നല്ല സ്വപ്നങ്ങൾക്ക് നല്ല ചിറകുകൾ ഉണ്ടായിരിക്കണം. ആ ചിറകുകൾ വിടർത്തി അറിവിന്റെ അനന്തവിഹായസിൽ പറന്ന് മുന്നേറണം. ഇവിടെ നാം നോക്കുമ്പോൾ ആ ചിറകുകൾ നമുക്ക് വിടരണമെങ്കിൽ, ആ ചിറകുകൾ വിടർത്തി അനന്തവിഹായസിലേക്ക് പറന്ന് വിജ്ഞാനത്തിന്റെ കൊടുമുടികൾ നാം കീഴടക്കണമെങ്കിൽ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഗുരുനാഥന്മാരുടെ മാർഗനിർദ്ദേശം നമുക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അവരെ നാം വഴികാട്ടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇന്നത്തെ അധ്യാപക ദിനത്തിൽ അധ്യാപകർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നല്ല സ്വപ്നങ്ങൾ കണ്ട് അറിവിന്റെ അനന്തവിഹായസിലേക്ക് ചിറകുകൾ വിടർത്തി പറന്ന് വിജ്ഞാനത്തിന്റെ കൊടുമുടികൾ കീഴടക്കുവാൻ പ്രിയ വിദ്യാർത്ഥികളെയും അതിനു വേണ്ടുന്ന നിർദ്ദേശം നൽകുന്ന പ്രിയ അധ്യാപകരെയും ഈശ്വരൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം ലോകത്തിലെ എല്ലാ അധ്യാപകർക്കും 1000 അധ്യാപക ദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Good morning to my dear students. Do you know what is the specialty of 5th September? Of course, it's the birthday of our second President of India, Dr. Sarvapallai Radhakrishnan. We celebrate this day as our Teachers' Day. So, we can wish our teachers today. That's why I am in front of you to teach you a small lesson in social science. All of you take your page number 52. Here we are going to study about public administration. What do you mean by public administration? Can anybody explain? Okay, I will explain to you. Public administration is the effective utilization of men and materials for the implementation of existing laws, governmental policies, programmings and developmental projects. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പൊതുഭരണം. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊതുഭരണത്തെയാണ്. അപ്പൊ എല്ലാവരും പേജ് നമ്പർ 52 എടുക്കുക. അപ്പം വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? Public administration is the effective utilization of men and materials for the implementation of existing laws, governmental policies, programmings and developmental projects. I think all you get what I said. Okay.
Next we can study when or how is the public administration begins. എന്ന് അഥവാ എപ്പോഴാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടക്കം കുറിച്ചത്? The history of public administration begins with the formation of states. During monarchy, the interest of the monarch was the basis of public administration. But in democratic system, importance is given to the interest of the people. Democratic administration becomes more effective and efficient during this time. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റുകൾ രൂപം കൊണ്ടപ്പോൾ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ രൂപം കൊണ്ടു. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബിഗിൻ ചെയ്തു. ബട്ട് മൊണാർക്കിയുടെ കാലഘട്ടത്തിൽ പൊതുഭരണത്തിന് പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനെയാണ്? മൊണാർക്കുകളുടെ ആഗ്രഹങ്ങളും ഇൻട്രസ്റ്റുകളുമായിരുന്നു. എന്നാൽ പൊതുഭരണം, അതായത് പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം, അതായത് ഈ ഡെമോക്രാറ്റിക് സിസ്റ്റം എന്താണ് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കും അവരെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്. So the democratic system become more effective and efficient. What മനസ്സിലായോ? Next we are going to study about the importance of public administration, or what are the significance of public administration. Here we can go through the 4 points in the page number 53. Okay, what are the significance of public administration? Formulate governmental policies, ensure welfare of the people, find out solution to public issues, provide goods and services. അപ്പോൾ എന്താണ് മനസ്സിലായത്? 4 പോയിന്റുകളിലൂടെ നമ്മൾ കടന്നുപോയി. അതൊക്കെയാണ് ഒരു പൊതുഭരണത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസീസ്, ഗവൺമെന്റിന്റെ പോളിസികൾ എന്ത് ചെയ്യുക? രൂപകൽപ്പന ചെയ്യുക. എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ആൾക്കാരുടെ ക്ഷേമങ്ങൾ ഉറപ്പുവരുത്തുക. ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂസ്, പൊതു പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുക. പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? Formulate governmental policies, ensure welfare of the people, find out solutions to public issues and provide goods and services. Here we are going to through the last section of public administration. That's about Gandhiji. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഗാന്ധിജി ആരാണെന്നും എന്താണെന്നും. അപ്പം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാന്ധിജിക്ക് പൊതുഭരണത്തോടുണ്ടായത്, പൊതുഭരണം എങ്ങനെ ആയിരിക്കണം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം എന്നതിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. According to Gandhiji, who should get the benefit of administration? പൊതുഭരണത്തിന്റെ ബെനിഫിറ്റ്സ് ആർക്കാണ് കിട്ടേണ്ടത് എന്നാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. Gandhiji expected the protection of the interest of all through public administration. But there are a number of persons in our society who require special consideration and protection. The opinion that the public administration should consider them specially and protect them. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? What do you understand from this point? Yes, there are some people in our society who require special consideration and protection. Right? Or you feel like so? Yes, of course. ഇപ്പോൾ എനിക്ക് കിട്ടേണ്ട ഒരു ആവശ്യമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടേണ്ടത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, പല പല രീതിയിൽ. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ രീതിയിലുള്ള ആവശ്യങ്ങളാണുള്ളത്. അപ്പൊ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതായിരുന്നു ഗാന്ധിജിക്ക് പൊതുഭരണത്തോടുള്ള ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പൊതുഭരണം അങ്ങനെ ആയിരിക്കണം. അപ്പം ഗാന്ധിജി എക്സ്പെക്റ്റഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ത്രൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ബട്ട് there are a number of persons in our society who require special consideration and protection. The opinion that public administration should consider them specially and protect them. About this is all about today, and we can once again repeat the questions and answers. Okay. Next, once again I am saying the questions that we studied today. First of all, we have studied about what is public administration, or what is the definition of public administration. Okay. Can anybody explain what is public administration? Okay. Oh, very good. What is public
public administration? Public administration is the effective utilization of men and materials for the implementation of existing laws, governmental policies, programmings and developmental projects. Next question. What is the history of public administration? Yes, the history of public administration begins with the formation of states. During monarchy, the interest of the monarch was the basis of public administration. But in democratic system, importance is given to the interest of the people. Democratic administration becomes more effective and efficient through public administration. Next, we study about what is the significance of public administration or what is the importance of public administration. We study 4 points. They are: formulate governmental policies, ensure welfare of the people, find out solution to public issues and provide goods and services. Next, there is one more point. According to Gandhiji, who should get the benefits of public administration? Okay, what's the answer? Yeah. Gandhiji expected the protection of the interest of all through public administration. But there are some people in our society who require special care and protection. The opinion that public administration should consider them specially and protect them. This is all about today. I think all you should understand what I teach you. Then I wish once again that happy Teachers Day to all the teachers and thank you. Chemistry teacher. First chapter, properties of matter. എന്താണ് ഈ properties of matter? പദാർത്ഥ സ്വഭാവം. നോക്കിയേ, what are the objects seen in the picture? ഈ പടത്തിൽ എന്തൊക്കെ സാധനങ്ങളാണ് കാണപ്പെടുന്നത്? പെൻസിൽ, ഗ്ലാസ്, ബോക്സ്, ബലൂൺ, spectacles. ഇനി what are the materials present in each object? ഓരോ സാധനത്തിലും ഓരോരോ സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് നമുക്ക് തന്നിരിക്കുന്നത്, ബലൂൺ ആൻഡ് പെൻസിൽ. ബലൂൺ ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ്. പക്ഷേ അതിലുള്ള എന്ത് വാതകമാണ് അതിലുള്ളത്? ബലൂണിന്റെ അടുത്ത് ഗ്യാസ്. പെൻസിൽ ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ്. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് തന്നിരിക്കുന്നത്. Classify and tabulate the materials given in the picture on the basis of their physical states. നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ ഒരു പടം, അതുമായി ബന്ധപ്പെട്ട ഒരു കോളമാണ്. ഇവിടെ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. സോളിഡുമായി ബന്ധപ്പെട്ട് വന്ന ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്? പെൻസിൽ, ബോക്സ്, ഗ്ലാസ്, സ്പെക്ടക്കിൾസ്. ഇനി എന്ത്? ബെൽ. ഓക്കെ. അടുത്ത ലിക്വിഡുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? വാട്ടർ ഫിൽഡ് ഇൻ ദ ഗ്ലാസ്. ഗ്യാസോ? ഗ്യാസ് ഏതാണ്? യെസ്, ഗ്യാസ് ഇൻ ബലൂൺ. അടുത്ത what are the important properties of material? Let's find out through some activities. Observe the figure. What are the things teacher to do experiment? Show in the figure. How do we do this experiment? Try to write down the produce after observing figure 3.1. ഈ 3.1 എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം? 2 beakers, water, toin and stone. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 2 beakers ഇവിടെ എടുക്കണം. ഒരേപോലെ നമ്മൾ പാതിയോളം ഒരേപോലെ നമ്മൾ ഇതിൽ രണ്ടിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കല്ലിൽ നമ്മൾ ഒരു ടോയിൻ കെട്ടണം, ഒരു നൂല് കെട്ടണം. ഇനി ഈ ബീക്കറിലേക്ക് നമ്മൾ ഇതിനൊന്ന് താഴ്ത്തി കൊടുക്കും. എന്താ അവിടെ സംഭവിക്കും? What happens to there? എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ റൈസ് അപ്പ്. വൈ? എന്തുകൊണ്ട്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വെള്ളത്തിന്റെ അളവ് കൂടും. കാരണം എന്താണ്? നമ്മൾ ഈ സ്റ്റോൺ ഇതിലേക്ക് ഡീപ്പ് ചെയ്യുമ്പോൾ ഇവിടെ സ്റ്റോണിൽ ഇരിക്കാൻ ഇടം വേണം. അതുകൊണ്ടാണ് നമ്മുടെ വാട്ടർ ഇവിടെ നിന്ന് റൈസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി? എയർ requires some space to occupy. ഏതൊരു സാധനത്തിനായാലും അതിന് ഇരിക്കാൻ ഇടം വേണം.
അപ്പോൾ ഇനി അടുത്ത ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. ഒരു വലിയൊരു ബീക്കർ എടുക്കുക. അത് നമ്മളൊരു പാതിയോളം ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരു കുഞ്ഞ് ടംബ്ലർ ഇതിലേക്ക് മുക്കുക. എന്തിവിടെ സംഭവിക്കും? വാട്ടർ ലെവൽ റൈസ് അപ്പ്. നമ്മുടെ ജലത്തിന്റെ അളവ് കൂടും. കാരണം എന്താണ്? നമ്മുടെ ഈ ടംബ്ലർ നമ്മൾ വായു കൊണ്ടാണ് നിറച്ചിരുന്നത്. നമ്മുടെ ഈ ടംബ്ലറിലേക്ക് മുക്കുമ്പോൾ നമ്മുടെ വെള്ളത്തിന്റെ അളവ് കൂടും. പക്ഷേ ഈ ടംബ്ലറിന്റെ അകത്ത് വെള്ളം കയറുമോ? ഈ കുഞ്ഞു ഗ്ലാസിന്റെ അകത്ത് വെള്ളം കയറുമോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ അതിന്റെ അകത്ത് എയർ ആണ് ഫിൽ ചെയ്തിരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എയർ occupies some space to exist. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ്. നമ്മളൊരു 30 സെന്റിമീറ്ററോളം ഒരു സ്കെയിൽ എടുക്കാം. അതിന്റെ രണ്ട് ഭാഗത്ത് 2 നൂലിട്ട് അതിൽ ബലൂണ്, ഒരേ അളവിലുള്ള ബലൂണ് നമ്മളൊന്ന് ഊരി പിടിപ്പിച്ച് ഇതിലൊന്ന് ചോയിനിട്ട് കെട്ടുക. ഇനി നമ്മള് ഈ ഭാഗത്തുള്ള ബലൂണിൽ ഒരു കുഞ്ഞ് സെലോ ടാപ്പ് ഒട്ടിക്കണം. എന്നിട്ട് നമ്മൾ അതിലൊരു കുഞ്ഞു ഹോൾ ഇടണം. എന്തിനാണ് നമ്മളിവിടെ ഒരു സെലോ ടാപ്പ് ഒട്ടിക്കുന്നത്? നമ്മൾ ഈ ബലൂണിന് കുത്തി പൊട്ടിക്കുമ്പോൾ സെലോ ടാപ്പ് ഒട്ടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ബലൂൺ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെലോ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൽ ഹോൾ ഇടുന്നത്. അപ്പോൾ എന്തിവിടെ സംഭവിക്കും? ഇവിടെ സെലോ ടാപ്പ് ഒട്ടിച്ചിരുന്ന ഈ ഹോളിട്ട ഈ ബലൂണ് അതിലുള്ള എയർ പുറത്തേക്ക് പോകും. എയർ ലോസ്ഡ്. അതേസമയം ഇത് എന്ത് ചെയ്യും? ഇത് താഴ്ന്നു വരും, അത് പൊങ്ങി വരും. അപ്പോൾ ഇതിലുള്ള മാസ് എന്താണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യും. അപ്പൊ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എയറിന് മാസ് ഉണ്ട്, എയറിന് വെയിറ്റ് ഉണ്ട്. അടുത്ത് എന്താണ് മാറ്റർ? വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് occupies space and has mass. മാറ്റർ എന്തായാലും അതിന് സ്പേസ് ഉണ്ട്, സ്ഥലമുണ്ട്, മാസുമുണ്ട്, വെയിറ്റുമുണ്ട്. അപ്പൊ നമുക്ക് ഈ 3 എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഒരു സാധനത്തിന് ഇരിക്കാൻ ഇടം വേണം, ജലത്തിലായാലും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എയറിനിരിക്കാൻ ഇടം വേണമെന്ന് മനസ്സിലായി. ഈ എക്സ്പെരിമെന്റിൽ നിന്നോ എയറിന് വെയിറ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 3 എക്സ്പെരിമെന്റുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ. നമസ്തേ ബച്ചോ, എല്ലാവർക്കും സുഖാണോ? സുഖാണല്ലേ? നമുക്ക് ഹിന്ദി ക്ലാസ് തുടങ്ങാം. നമ്മൾ പഠിക്കാം. എല്ലാവരും പേജ് നമ്പർ 10 എടുത്തോ? പാഠത്തിന്റെ പേരെന്താന്ന് വായിച്ചേ? TV. എന്താണ്? TV ഒരു പട്കഥയാണ്. എന്താണ്? പട്കഥ. ഈ പട്കഥ എഴുതിയത് വരുൺ ഗ്രോവർ. പറഞ്ഞേ. വരുൺ ഗ്രോവർ. ഞാൻ ഇതില് സീൻ 1 സീൻ 2 അങ്ങനെ ഉണ്ട്. അപ്പൊ ഞാൻ സീൻ 1 ഹിന്ദിയിൽ വായിച്ച് തന്നിട്ട് അർത്ഥം പറഞ്ഞു തരാം. നമുക്ക് തുടങ്ങാം. सीन 1. गोबू के घर के बाहर की कच्ची सड़क. दोपहर के 2 बजे हैं. पहाड़ी इलाका. दूर दूर तक फैले पहाड़ दिख रहे हैं. करीबन 8-10 साल की उम्र के 3 बच्चे, गोबू, चुन्नी और लल्लू, कच्चे रास्ते पर गड़े हैं. गोबू देखने से ही बाकी दोनों पर हावी लगता है. वह जमीन पर झुका है और कुछ उड़ाने की कोशिश कर रहा है. उसके हाथ में मकोड़ा है. गोबू सुन्नी को मकोड़ा पकड़ाते हुए, ए तेरा प्यारा मकोड़ा, अब गा इसकी कसम. सुन्नी मुस्कुराकर मकोड़ा पकड़ाते हुए, कैसे गानी है? गोबू, अरे जैसे मास्टर जी बुलवाते हैं. बोल, मैं कसम गाती हूँ. चुन्नी, मैं कसम गाती हूँ. गोबू, कि हम चुपके से दूसरे गांव जाएंगे. गोबू, और चुपके से टीवी देखकर आएंगे. चुन्नी हंसी रोकते हुए, और चुपके से टीवी देखकर आएंगे. गोबू, और एक बात किसी को नहीं बताएंगे, माम को भी नहीं. लल्लू बीच में टोकर, माम को कैसे बताएंगे, माम तो सो रही है. गोबू, हाँ माम तो सो रही है, अब मकोड़ा रख दे. चुन्नी मकोड़ा रख देती है, हाथ चाटती है. गोबू,
आगे बढ़ते हुए। तो फिर चलो, तीनों बच्चे कच्ची सड़क पर आगे बढ़ जाते हैं. എല്ലാവർക്കും വായിക്കാൻ അറിയാമല്ലോ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അടുത്ത് ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ദൃശ്യം 1. ഗോപുവിന്റെ വീടിന് പുറത്തുള്ള മൺകാക. സമയം ഉച്ചയ്ക്ക് 2 മണിയായി. ഒരു പർവ്വത പ്രദേശമാണ് സ്ഥലം. ഒരുപാട് ദൂരത്തോളം പരന്നു നിൽക്കുന്ന ഈ മലനിരകൾ പരന്നിരന്നു നിൽക്കുന്നതായി കാണാം. Good morning, students. All to stand up and put your eye close and say with me. Gurur Brahma, Gurur Vishnu, Guru Devo Maheshwara, Guru Sakshat Parabrahma, Tasmai Sri Gurave Namah. Have you know why I said this sutra here? Yeah. So today is our Teachers' Day. Teachers' Day is celebrated as the birthday of our former Vice President Dr. Sarvepalli Radhakrishnan. He was a nationalist, freedom fighter, and a good teacher. Okay, in our life, our parents, our teachers, and God have a equal status. Have you heard this sutra? Mata, Pita, Guru, Deva. Okay, let's start our class. Okay, I am here. I am taking Tolstoy. Next chapter, Tolstoy poem. Yesterday I said who written this chapter? Yeah, correct. Tolstoy. Mahatma Gandhi. Mahatma Gandhi was a freedom fighter, and he fought for our freedom from British government. Okay, let's have a know about Mahatma Gandhi. Okay, sir, said some words Mahatma Gandhi. Okay, I think all of you know about Mahatma Gandhi. Mahatma Gandhi was our father of our nation. His contribution in the history of our India is very great. Okay, let's go through his profile about the author. Mohandas Karamchand Gandhi. 2nd October, he was born on 2nd October 1862. He is known as the father of our nation. He was a prominent leader of freedom movement in India. Non-violence was the unique weapon used by him. Have you heard about Satyagraha? Satyagraha is a non-violence weapon used by our Gandhiji. His ideal of non-violence, truth and peace was relevant even today. അദ്ദേഹത്തിന്റെ സമാധാനപരമായ യുദ്ധമുറകളിലൂടെയാണ് നമുക്ക് ഫ്രീഡം ലഭിച്ചത്. Okay, let's start our Tolstoy part. All of you have doubt. Who is this Tolstoy? Have he write this story? No. Tolstoy was a Russian writer. Okay, let's start our lesson. Tolstoy farm was a community of Indians started by Gandhi in Transvaal. Gandhi was started a community of Indian students called Tolstoy farm in South Africa, Transvaal, in 1910. It became the headquarters of campaign of Satyagraha non-violence. It was the headquarters of Satyagraha. The farm, 20 miles away from Johannesburg, had been bought by Herman Kalbens. Who is Herman Kalbens? Herman Kalbens
bought the Tolstoy farm that is 21 miles away from Johannesburg in Transvaal. One of the Gandhi supporters, who is Herman Calvin, he was a Gandhiji's follower. Both Calvin and Gandhiji were highly impressed by Tolstoy's writing. Gandhiji and Herman Calvin was a big fan of Tolstoy. So they decided to name the farm after Tolstoy. So they named the farm as Tolstoy. Why they named Tolstoy farm as Tolstoy farm? Because Herman Calvin and Mahatma Gandhi was the fan of, and they are the fan of the writing of Mr. Tolstoy. The inmates of the farm were schooled by Gandhiji himself. The students in the Tolstoy farm was trained under Mahatma Gandhi. Okay, let's go through. As the farm grew, it was found necessary to make some provisions for the education of its boys and girls. There were among these Hindu, Muslim, Parsi and Christian boys and some Hindu girls. It was not possible, and I did not think it necessary to engage special teachers for them. As farm grew, it was found. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. അപ്പോൾ ഇതെടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസ്റ്റർ കാണാൻ പറ്റും. ആ പോസ്റ്ററിൽ ഒരു എർത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു ട്രീ ഉണ്ട്. ട്രീ പകുതിയോളം ശോഷിച്ചും പകുതിയോളം വളരെ പുഷ്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ നമ്മുടെ ബയോസ്ഫിയർ ഡ്രൈഡപ്പായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്, ലെറ്റസ് യുണൈറ്റ് ടു റീഗെയിൻ അവർ ഗ്രീൻ എർത്ത്. ഈ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ് അവർ ഈ പോസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് പഠിക്കാനുള്ളത് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ വഴി നമുക്കിത് അറിയാൻ പറ്റും. ക്വസ്റ്റ്യൻ: വൈ ഡസ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ്? എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ്റെ അളവ് ഡിക്രീസ് ചെയ്യാതിരിക്കുക? എന്തുകൊണ്ടായിരിക്കും? നമുക്കൊരു പ്രക്രിയയുണ്ട്, ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്നത് ഓക്സിജനാണ്. അതുകൊണ്ട് ആ പ്രക്രിയയിലൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ നമ്മുടെ അറ്റ്മോസ്ഫിയർ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. വൈ ഡസ് ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസ്? എന്തുകൊണ്ടായിരിക്കാം അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യാത്തത്? അത് നമ്മുടെ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് സമയത്ത് അബ്സോർബ് ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ അതും റെഗുലേറ്റ് ചെയ്തേ നിൽക്കാറുള്ളൂ. വിച്ച് പ്രോസസ് ഇൻ പ്ലാന്റ്സ് റെഗുലേറ്റ് ദ ലെവൽ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? ഏത് പ്രോസസ്സായിരിക്കും? നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും റെഗുലേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രോസസ്സിൻ്റെ പേര് ഫോട്ടോസിന്തസിസ് എന്നാണ്. അടുത്തുള്ളത് പിഗ്മെൻറ്റ്സ് ഇൻ ലീവ്സ്. നമ്മുടെ ലീവ്സിൽ പിഗ്മെൻറ്റ്സ് ഓരോ കളറുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചു ക്ലാസ്സിൽ. ക്ലോറോഫിൽ, ആന്തോസയാനിൻ, കെരോട്ടിൻ, സാന്തോഫിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിൽ ഗ്രീൻ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന പിഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റാണ്, അല്ല ക്ലോറോഫില്ലാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലീഫിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ ഒരു ടിഷ്യൂവിനെ എടുത്ത് വെച്ചിട്ട് അതിനെ എപ്പിഡമിസ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റ എല്ലാവർക്കും അറിയാം, ലീഫിൻ്റെ അടിയിലുള്ള ചെറിയ പോർഷനാണ് സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ സെല്ലുകൾ ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു സെല്ല്, ഒരു പ്ലാന്റ് സെല്ലിനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്ലാന്റ് സെല്ലിലെ ഒരു പാർട്ടാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ പലതരം പാർട്സിനെ കുറിച്ച് ഇവിടെ കാണാൻ പറ്റും. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു പാർട്ടാണ് ഡബിൾ മെമ്മറൈൻ, പിന്നെ സ്ട്രോമ, ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദ ക്ലോറോപ്ലാസ്റ്റ്, പിന്നെ ഗ്രാന, മെമ്മറൈനസ് സാക്സ് ആണ്. അപ്പോൾ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രോമയാണ്, ഗ്രാനയാണ് മെമ്മറൈനസ് സാക്സ്. അപ്പോൾ ഇങ്ങനെ ഗ്രാനയുടെ പുറത്ത് പാട പോലെ ഒരു മെമ്മറൈൻ കാണാൻ പറ്റും. ഇതാണ് ഗ്രാന. അപ്പോൾ ഇതിന് വിശദമായിട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ഇറ്റ് ഒക്കേഴ്സ് നോട്ട് ഓൺലി ഇൻ ലീവ്സ് ബട്ട് ഇൻ റീജിയൻസ് വെർ എവർ ക്ലോറോപ്ലാസ്റ്റ് ഈസ് പ്രസൻറ്റ്. നമ്മൾ ഫോട്ടോസിന്തസിസ് ലീവ്സിൽ മാത്രമല്ല നടക്കുന്നത്, എവിടെയൊക്കെയാണോ ക്ലോറോപ്ലാസ്റ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത് അവിടെയെല്ലാം ഫോട്ടോസിന്തസിസ് നടക്കും. പിഗ്മെൻറ്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ് ആർ ഫൗണ്ട് ഇൻ ദ ഗ്രാന ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. നമ്മുടെ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പിഗ്മെൻറ്റ്സ് ഉണ്ട്.
അതെല്ലാം ഗ്രാനയിലാണുള്ളത്. ക്ലോറോപ്ലാസ്റ്റില്ല. ഗ്രാന എന്ന് പറയുന്നത് മെമ്മറൈനസ് സാക്സ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു പാർട്ടാണ്, അവിടെയാണ് കാണപ്പെടുന്നത്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ ആർ ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ഗ്രാന. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ, ഇതൊക്കെയാണ് ഗ്രാനയിൽ കാണാൻ പറ്റുന്ന പിഗ്മെന്റ്സ്. ഓൾ ദീസ് പിഗ്മെന്റ്സ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ്. ഈ എല്ലാ പിഗ്മെന്റ്സിനും സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഹൗവർ ഓൺലി ക്ലോറോഫിൽ എ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഡയറക്ട്ലി ഇൻ ഫോട്ടോസിന്തസിസ്. പക്ഷേ ക്ലോറോഫിൽ എക്ക് മാത്രമേ ഫോട്ടോസിന്തസിസിൽ ഡയറക്റ്റായിട്ട് പങ്കെടുക്കാനായിട്ട് കഴിയും. ഓൾ അതർ പിഗ്മെന്റ്സ് അബ്സോർബ് ലൈറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു ക്ലോറോഫിൽ എ. ബാക്കി പിഗ്മെന്റ്സ് ഒക്കെ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഹെൻസ് ദേ ആർ കോൾഡ് ആക്സസറി പിഗ്മെന്റ്സ്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ആക്സസറി പിഗ്മെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. Along with carbon dioxide, water should also reach the leaves for photosynthesis. കാർബൺ ഡൈ ഓക്സൈഡിനെ വെച്ച് വാട്ടറും ലീവ്സിൽ ഫോട്ടോസിന്തസിന് വേണ്ടി എത്താറുണ്ട്. ഹൗ ഡേ ദി റീച്ച് ദ ലീവ്സ്? എങ്ങനെയായിരിക്കും ഇതൊക്കെ ലീവ്സിൽ എത്തുക? വാട്ടർ ലീവ്സിൽ എങ്ങനെയായിരിക്കും എത്തുക? കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ്. ഇതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പാത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ലീവ്സ് എങ്ങനെയാണ്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്റ്റൊമാറ്റ വഴിയാണ് ഇൻസൈഡ് ദ ലീവ്സിലോട്ട് പോകുന്നത്. സ്റ്റൊമാറ്റ ലീവ്സിൻ്റെ അടിയിലുള്ള സ്മോൾ പോറസ് ആണ്, അതുവഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻസൈഡ് ദ ലീവ്സ് പോകുന്നത്. പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്, സോയിൽ കൂടെ. അപ്പം വാട്ടർ ലീവ്സിലോട്ട് പോകുന്ന പാത്താണ് കാണിക്കുന്നിടത്ത്. അത് നമ്മൾ വാട്ടർ സോയിലിലോട്ടല്ലേ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സോയിൽ വഴി റൂട്ടിലേക്ക് കയറും, റൂട്ട് വഴി സൈലം വഴി ഇൻസൈഡ് ദ ലീവ്സ്. ഇതാണ് രണ്ടിൻ്റെയും പാത്ത് ഓഫ് ലീവ്സിലോട്ട് എത്താനുള്ള പാത്താണ് ഇതുവഴി നമുക്ക് മനസ്സിലായത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ് ആണ്. അപ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ 2 പാർട്സ് നമുക്കറിയാം, ഗ്രാന, സ്ട്രോമ. ഇതിൽ നടക്കുന്ന 2 ഫേസസിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോണത്. അപ്പോൾ ഗ്രാനയിൽ ലൈറ്റ് ഫേസ്, സ്ട്രോമയിൽ ഡാർക്ക് ഫേസ്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും എന്താണെന്ന് നോക്കാം. അപ്പോൾ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് ലൈറ്റ് യൂസ്ഡ് ആണ്, ലൈറ്റ് യൂസ് ചെയ്യും. ലൈറ്റ് ഫേസിൽ ലൈറ്റ് ഈസ് യൂസ്ഡ്. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്. ഹൈഡ്രോജൻ വീറ്റസ് സ്ട്രോമ. വാട്ടർ വിഘടിച്ചിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. ഹൈഡ്രോജൻ ആണെങ്കിൽ സ്ട്രോമയിലോട്ട് പോകും. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ലൈറ്റ് എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ATPയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ലൈറ്റ് ഫേസിൽ നടക്കുന്നത് ലൈറ്റ് യൂസ് ചെയ്യും, അതിൽ വാട്ടർ സ്പ്ലിറ്റായി ഓക്സിജൻ ആവും, ഓക്സിജൻ റിലീസായി പോകും. പിന്നെ ഹൈഡ്രോജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലോട്ട് പോകും. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർ ഇൻ ATP. ലൈറ്റ് എനർജി ആണെങ്കിൽ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ATPയിൽ സ്റ്റോർ ചെയ്യും. അടുത്ത് നമുക്ക് സ്ട്രോമയിൽ നോക്കാം. സ്ട്രോമയിൽ ഡാർക്ക് ഫേസ് ആണ് നടക്കുന്നത്, അവിടെ ലൈറ്റ് ഉപയോഗിക്കില്ല.